ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എപ്പീഷ്യ പ്ലാന്റിൻ്റെ കെയർ, പ്രൊപ്പഗേഷൻ മെത്തേഡ്, അതുപോലെ പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, ഫെർട്ടിലൈസർ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇന്ന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ജാൻസി മാഡമാണ്. എപ്പീഷ്യ പ്ലാന്റിന് വേറൊരു പേരും കൂടി ഉണ്ട്, ഫ്ലെയിം വയലറ്റ് എന്നാണ്. ഇപ്പം ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ലീവ്സാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം പൂക്കളെക്കാളിലും ഇതിൻ്റെ ലീവ്സിനാണ് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്. പല കളേഴ്സിലുണ്ട്. ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഇവിടെ നല്ല മഴയാട്ടോ. ഒരാഴ്ചയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മഴ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. ചെടികളൊക്കെ പൂക്കളൊക്കെ മഴയത്ത് ഇങ്ങനെ നനഞ്ഞ് കുളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ മഴയുടെ ഒരു ഭംഗിയും കൂടി നിങ്ങളൊന്ന് കാണാൻ, നമ്മുടെ പൂന്തോട്ടത്തിൽ മഴ പെയ്തതിന് ശേഷം പൂക്കളൊക്കെ വന്ന് നിൽക്കുന്ന ആ ഒരു പ്രത്യേക ഭംഗിയാണ്. പൂക്കൾ നിൽക്കുന്നതും മഴ നനഞ്ഞ് നിൽക്കുന്ന ഒരു സീൻ ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ പൂക്കളൊക്കെ ഉഷാറായി വരുന്ന സമയമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു 2 ആഴ്ചത്തോളമായിട്ട് നമുക്ക് നല്ല മഴയാണ് അല്ലേ. എങ്കിലും മഴയത്തും പൂന്തോട്ടം വലിയ കുഴപ്പമില്ലാതെ ഒന്ന് ഉഷാറായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തതാണ്. മഴയത്ത് നമുക്ക് ഇതുപോലെ ഫ്രണ്ടിൽ നമ്മുടെ പൂന്തോട്ടത്തിൽ മഴയൊക്കെ പെയ്ത് പൂക്കളിങ്ങനെ ആടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മുടെ മഴക്കാലത്തും നമുക്ക് നിറച്ച് പൂക്കൾ തരുന്ന, വർഷക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ പൂക്കൾ തരുന്ന എപ്പിസിയ ചെടിയെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. മിക്കവാറും എല്ലാവർക്കും ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. എപ്പിസിയയുടെ പല വെറൈറ്റി കളറുകളും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ ചെടി എൻ്റെ അടുത്തൊരു നാടൻ ടൈപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാനത് ഒത്തിരി ഒരു 8 കളറോളം എനിക്ക് കിട്ടി, വെറൈറ്റികളോളം കിട്ടി. അപ്പോൾ അത് ഞാൻ നടുന്ന രീതി, അതിനുശേഷം അത് ഉഷാറായി വരുന്നതൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കണ്ടല്ലോ, നല്ല മഴ, എല്ലാം നല്ല ഈ മഴയത്ത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതാണ് എപ്പിസിയ. എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാം. എപ്പിസിയയുടെ ഒരു പ്രത്യേകത, പൂക്കളുണ്ടായില്ലെങ്കിലും നമുക്കതിൻ്റെ ഇലയുടെ ഭംഗിയാണ്. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ഫിറ്റോണിയ ചെടിയുടെ. ആ ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇലകളുടെ ഭംഗിയാണ്. ആ ഇലകളിൽ ഉണ്ടാകുന്ന നെറിവുകളാണ് ഒരു പ്രത്യേക ഭംഗി നൽകുന്നത്. നിറഞ്ഞിങ്ങനെ ബുഷിയായിട്ട് ഇത് കുറേയും കൂടി വളരും കേട്ടോ. വളർന്ന് നല്ല ഭംഗിയായിട്ട് വരും. നിൽക്കുന്നത് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ പൂക്കൾ ഇതിൻ്റെ ഇടയിൽ നക്ഷത്രങ്ങൾ പോലെ പൂക്കളും കൂടി ഉണ്ടായി നിൽക്കുമ്പോൾ എത്ര ഭംഗിയാണെന്നറിയോ. ഞാനിതിപ്പോൾ ഒരു മാസം മുമ്പ് നട്ട് വെച്ചതിന് ശേഷമുള്ള ഒരു പ്രോഗ്രസ്സാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് പക്ഷേ പുതിയതാണ് കേട്ടോ. ഇതൊരു ചെറിയ തൈ തന്നെ നമുക്ക് ഒരു വെറൈറ്റി കളറായതുകൊണ്ട് നമുക്ക് നല്ലൊരു എമൗണ്ടായി. എൻ്റെ കയ്യിൽ നിന്ന് 300 മേടിച്ചിരുന്നു. അപ്പോൾ ഇതൊരു പ്രത്യേക ഭംഗിയാണ്. ഇതിൻ്റെ ഇലകൾക്ക് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിൻ്റെ പൂവ് നല്ല ഭംഗിയുള്ള വയലറ്റ് കളറാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പൂ ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് മഞ്ഞ കളർ പൂ ഉണ്ടാവുന്നതാണ്. മഞ്ഞയല്ല, ഇത് ലൈറ്റ് പിങ്ക്. ഇതൊരു 2 പൂ ഉണ്ടായി കൊഴിഞ്ഞു പോയിട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതും ഇതുപോലെ ഒരു മാസം മുമ്പ് നട്ടതാണ്. അപ്പോൾ ഞാനിത് നട്ടതിൻ്റെയൊക്കെ ഞാൻ എങ്ങനെയാണ് നട്ടതെന്നും ഇതിൻ്റെ എന്താണ് ഇതിന് കൊടുത്ത വളം അതൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെയൊക്കെ ഇലകൾക്കാണ് കേട്ടോ പ്രത്യേക ഭംഗി. ഇത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മുമ്പുണ്ടായിരുന്ന നാടൻ എപ്പിസിയാണ്. ഇതിൽ നിന്ന് ഒത്തിരി തൈകൾ പലർക്കും കൊടുത്തിരുന്നു ഞാൻ. ഇത് ഒത്തിരി ഈസി ആയിട്ട് പിടിച്ച് കിട്ടുന്നതാണ്. നമ്മൾ അധികം ഒന്നും എന്താ പറയുക, വലിയ ശ്രദ്ധയൊന്നും കൊടുത്തില്ലെങ്കിലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഒത്തിരി വെറൈറ്റികൾ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് എല്ലാം തന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മാത്രം ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താണ്. എല്ലാത്തിൻ്റെ ഇലകൾക്കൊരു പ്രത്യേക ഭംഗിയുണ്ട്. അതുപോലെ അതിൻ്റെ നിറവുകൾ, അതിൻ്റെ ഇലയുടെ ഭംഗി, വലിപ്പം, ഇതെല്ലാം ഇതിന് ഒരു പ്രത്യേക ഇത് കൊടുക്കുന്ന ഒരു ചെടിയാണ് എപ്പിസിയ. ഇതിന് പൂവുണ്ടായി നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഏറ്റവും ഭംഗി. അപ്പോൾ ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഈ എപ്പിസിയ ചെടി നട്ടിരുന്ന രീതി ഇതേപോലെ ഹാങ് ആയിട്ടല്ല, താഴെ തന്നെ
നല്ല ഒരു സൺഷെയ്ഡിൻ്റെ ഭാഗത്തായിട്ട് നട്ടിരുന്നൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് ഇത് നട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാനും നട്ടെടുക്കാനും കിട്ടുന്ന ഒരു എപ്പിസിയ ചെടിയാണിത്. പക്ഷേ ഹൈബ്രിഡ് ഇനത്തിലുള്ള നമ്മുടെ ചെടികൾ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചീഞ്ഞു പോകും. അത് അതിൻ്റെ ഇലകളൊക്കെ ചീഞ്ഞ് കെട്ടുപോകും. പിന്നെ അതുപോലെ തന്നെ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെള്ളം കൂടിയാൽ, അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ കണ്ടോ, വെള്ളം കൂടിയാൽ ഇതുപോലെ ചീഞ്ഞു പോകും. ചീഞ്ഞു പോകുമ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യാനില്ല, ആ ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയുക തന്നെ വേണം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ചെടികളൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ട് ഉണ്ടായ പ്രശ്നമാണ്. അപ്പോൾ അതുപോലെ പോകുന്നുണ്ടെങ്കിൽ, അതുപോലെ ചീഞ്ഞ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയുക. ഒന്ന് വെള്ളം കൂടിയാലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ വെള്ളം കൂടാതെ, വെള്ളം അധികം വരാതെ ഒന്ന് വെയിൽ കുറച്ച് കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി വെച്ചാൽ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഇടയ്ക്ക് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫംഗിസൈഡ് ഉണ്ടെങ്കിൽ അതൊന്ന് തളിച്ചു കൊടുക്കുകയോ, വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് തളിച്ചു കൊടുക്കുന്നതും ഈ പൂപ്പൽ പോലെയുള്ള ഇതിൻ്റെ ചീച്ചിൽ പോലെയുള്ള കാര്യങ്ങൾ പോകാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് 1 മാസം മുമ്പ് നട്ട ആ പോട്ടി മിശ്രിതവും നടുന്ന രീതിയും കൂടി ഒന്ന് നമുക്ക് കാണാം. ഇതാണ് ഞാൻ നടാൻ പോകുന്ന എപ്പിസിയയുടെ. നടാൻ പോകുന്നത് വെച്ചാൽ നമ്മളൊന്ന് നട്ടിപ്പോൾ കണ്ട എപ്പിസിയയുടെ ചെറിയ കമ്പുകളായിരുന്നു. ചെറിയ കഷ്ണങ്ങൾ എനിക്ക് ഫ്രണ്ട് തന്നതുണ്ട്. 1-2 വെറൈറ്റി ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറേ നാളുകൾക്ക് മുമ്പ് ഞാനിത് കവറിൽ നട്ട് പിടിപ്പിച്ച് ഇപ്പോൾ ഒന്ന് ഉഷാറായപ്പോഴാണ് പോട്ടൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ നടാൻ പോകുന്നത്. നട്ടതിന് ശേഷം ഉണ്ടായിരുന്ന ഒരു മാസം കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളെ കാണിച്ച വീഡിയോ. അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സ് നല്ല രീതിയിലാണെങ്കിൽ ചെടി നന്നായിട്ട് ഗ്രോത്ത് ആവും. അപ്പോൾ പോട്ടി മിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. എപ്പിസിയ ചെടി നടാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് തൊടിയിൽ മണ്ണ് എടുത്തിട്ടുണ്ട്. നല്ല ചെങ്കല്ല് മണ്ണ് കിട്ടുകയാണെങ്കിൽ, ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമുക്ക് ചുവന്ന മണ്ണാണ് ചെടികൾക്ക് ഏറ്റവും എപ്പോഴും നല്ലത്. അപ്പോൾ അങ്ങനത്തെ മണ്ണ് കിട്ടുകയാണെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ തൊടിയിലുള്ള നമ്മുടെ പറമ്പിലുള്ള മണ്ണ് എടുക്കുക. അതിൽ നിന്ന് കുറച്ച് കല്ലും കട്ടയൊക്കെ ഉള്ളത് നമ്മളൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാറ്റി നല്ല പൊടിയായിട്ട് കിട്ടുന്ന മണ്ണ് തന്നെ എടുക്കാൻ നോക്കുക. അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ പകുതി നമ്മളെടുക്കുന്ന മണ്ണ് എത്രയാണോ അതിൻ്റെ പകുതി നമ്മൾ ചകിരിച്ചോറ് എടുക്കാം. അപ്പോൾ മണൽ വേണമെന്നില്ല കേട്ടോ. എപ്പിസിയ നടാനായിട്ട് മണൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചകിരിച്ചോറ് എടുക്കുക. കാരണം എപ്പിസിയ പോലുള്ള ചെടികളുടെ വേരുകൾ അധികം ആഴത്തിലേക്ക് പോകുന്നതല്ല, ഇങ്ങനെ പരന്ന് എപ്പോഴും ഒരു തണുപ്പ് ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ പടർന്നു പോകുന്ന ഒരു ചെടിയാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടത് ഒരു നല്ല മണ്ണിളക്കവും ചെറിയൊരു തണുപ്പൊക്കെ നിൽക്കുന്ന, ഈർപ്പൊക്കെ നിൽക്കുന്ന ഒരു പ്രതലമാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന മണ്ണിൻ്റെ പകുതി ചകിരിച്ചോറ് എടുക്കുക. പിന്നെ നമ്മുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള നമ്മുടെ ജൈവവളം, നമ്മുടെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വെർമി കമ്പോസ്റ്റോ എടുക്കുക. അതിനകത്ത് ഒരു നുള്ള് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചേർക്കുക കേട്ടോ. വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടിയും ചേർന്നാൽ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ എപ്പിസിയ നടുന്ന സമയത്ത് അതൊന്നും ഇല്ലയെന്ന് ഓർത്ത് നമ്മളങ്ങനെ വിഷമിക്കേണ്ട. നമുക്ക് ചാണകപ്പൊടി ആയാലും മതി, വെർമി കമ്പോസ്റ്റ് ചാണകപ്പൊടിയോ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പിസിയ പോലുള്ള ചെടികൾ നമ്മൾ നട്ടതിന് ശേഷം പിന്നെ നമ്മൾ ആ മണ്ണ് അധികം കാണില്ല. അത് അതിൻ്റെ പ്രതലത്തിൽ ഇങ്ങനെ ഇല വന്ന് മൂടി നല്ല ബുഷിയായിട്ട് ഇങ്ങോട്ട് വീണ് കിടക്കുകയുള്ളൂ. പിന്നീട് നമ്മൾ അതിനകത്തൊരു വളവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചേർക്കാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. നമുക്ക് ലിക്വിഡ് പരുവത്തിലുള്ളത് മാത്രമാണ് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചാണകത്തിൻ്റെ തെളി നല്ലതാണ്. പിന്നെ വേനൽക്കാലമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും മണ്ണിന് ചെറിയ ഈർപ്പം കൂടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചകിരിച്ചോറും ഇതേപോലെയുള്ള ഇതെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലുപൊടിയും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും ഈ ജൈവവളത്തിൽ, അതായത് ചാണകപ്പൊടിയിലോ അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റിലോ ചേർത്തിട്ട് അങ്ങനെ ഒരു മിശ്രിതം എടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും ചേർക്കാറുള്ള പോലെ മണ്ണിലെ ഒത്തിരി കീടബാധകൾ ഉണ്ടാവും. നമ്മുടെ മണ്ണ് അങ്ങനെയാണ് ഇപ്പോഴത്തെ. അപ്പോൾ ഈ ചെടികളുടെ തണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന, പെട്ടെന്ന് കെട്ടുപോകുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കീടാണുക്കൾ ഉണ്ടെങ്കിൽ അത് ബാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ഫംഗിസൈഡായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ സാഫ് നമ്മൾ ഒരു 2-3 സ്പൂണും കൂടി ഈ മിശ്രിതത്തിൽ ചേർക്കാം. അതുപോലെ നമ്മുടെ ഈ എപ്പിസിയ പോലുള്ള ചെടികൾ ഒരിക്കലും മണ്ണൊന്നും അധികം വേണ്ട. അപ്പം നമ്മളിപ്പോൾ തൂക്കുചട്ടി ഉപയോഗിക്കുമ്പോൾ ആ തൂക്കുചട്ടി വലിയ വെയിറ്റോട് കൂടി മണ്ണ് തൂങ്ങിക്കിടന്ന് കഴിയുമ്പോൾ നമുക്ക് ചട്ടിക്കും അത് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഇതുപോലെയുള്ള ചകിരി കഷ്ണങ്ങൾ നമ്മൾ മണ്ണിന് അടിയിൽ, ചട്ടിക്ക് അടിയിൽ നമ്മൾ നടുന്ന ചെടികളുടെ മണ്ണിടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇട്ടിട്ട് ചട്ടിയിൽ നടുകയാണെങ്കിൽ ചട്ടിക്ക് വെയിറ്റും കുറയും, ഈ ചെടിക്കും നല്ലതാണ്. ഇപ്പം ഈ വേനലാണ് വരാൻ പോകുന്നത്.
നമ്മളെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും മണ്ണ് ഹാർഡായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പിസിയ ചെടി പെട്ടെന്ന് എന്താ പറയുക ഗ്രോത്ത് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് ഇതേപോലെ ചകിരി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വെട്ടിയെടുത്ത്. ഇപ്പോൾ ചകിരിയിൽ അന്നോർത്ത് വിഷമിക്കണ്ട കേട്ടോ, നമ്മൾ ചകിരിച്ചോറ് ചേർക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ മണ്ണും ഈ ചകിരിച്ചോറും നമ്മുടെ വെർമി കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി എല്ലുപൊടി അതിൻ്റെ മിശ്രിതം മാത്രമേ മിക്സ് ചെയ്യുന്നുള്ളൂ. നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചകിരി അതിനകത്ത് മിക്സ് ചെയ്യില്ല കേട്ടോ. ഇത് നേരിട്ട് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. മണ്ണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നടാനുള്ള തൂക്കുചട്ടി എടുത്തിട്ടുണ്ട്. തൂക്കുചട്ടിയുടെ ഹോളൊക്കെ ഓപ്പൺ അല്ലേന്ന് നോക്കണം. അതിനുശേഷം നമ്മൾ തൂക്കുചട്ടിയിലേക്ക് ആദ്യം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചകിരിയുടെ കഷ്ണങ്ങൾ ഇടുന്നു. അപ്പോൾ നമുക്കിതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മണ്ണിൻ്റെ ആവശ്യമുള്ളൂ. ചകിരിയുടെ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം അതിന് മുകളിൽ മണ്ണ് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന പോട്ടി മിക്സ്, എല്ലാ വളങ്ങളും കാര്യങ്ങളും നമ്മുടെ ചകിരിച്ചോറ് എല്ലാം ചേർത്തിട്ടുള്ള പോട്ടി മിക്സ് ഇട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ചെടി എന്താ പറയുക നമ്മൾ കവറിൽ നട്ടുപിടിപ്പിച്ചോ അല്ലെങ്കിൽ ഇതിൽ നേരിട്ടോ നമ്മൾ നമ്മുടെ എപ്പിസിയുടെ കമ്പ് നടാട്ടോ. അങ്ങനെ നട്ട് എല്ലാം ചെടികളും നട്ടതിന് ശേഷം 2-3 ദിവസം നമ്മൾ അധികം വെയിലും മഴയും കൊള്ളാതെ ഒന്ന് മാറ്റി വയ്ക്കുന്നത് കൂടി നല്ലതായിരിക്കും. അപ്പോൾ എല്ലാം ഞാനൊന്ന് നടട്ടെ കേട്ടോ. അപ്പോൾ എപ്പിസിയുടെ തൈ നടുന്ന രീതി, അതല്ലെങ്കിൽ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഹാങ് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ നടുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കിള്ളിയെടുത്തതിന് ശേഷം കണ്ടല്ലോ ഈ വരുന്ന ഈ കടഭാഗം ഇത് മണ്ണിലേക്ക് ഒന്ന് മുട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ നേരത്തെ നിറച്ച ചട്ടിയിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. വേരൊക്കെ പിടിപ്പിച്ച് കവറിലൊക്കെ വേര് പിടിപ്പിച്ചതാണെങ്കിൽ നമ്മൾ കുഴി കുത്തിയിട്ട് കുഴിച്ചിടുന്നത് നല്ലതാണ്. അതല്ല ഇതേപോലെ കൊച്ചു മുകളങ്ങളാണ് നമ്മൾ നടുന്നതെങ്കിൽ ജസ്റ്റ് അതിൻ്റെ അടിഭാഗം ചുവട് മണ്ണിലൊന്ന് മുട്ടിയിരുന്നാൽ മതി, അധികം കുഴിച്ചിടണ്ട കേട്ടോ. ഇതേപോലെ നട്ടിട്ടാൽ മതി. ഒന്ന് ബുഷിയായിട്ട് കിട്ടണമെങ്കിൽ നമ്മളിതുപോലെ 1, 2, 3 ഒക്കെ നമ്മുടെ ചട്ടിയുടെ ആ അളവനുസരിച്ച് നമ്മളിതുപോലെ നടുക. എന്നിട്ട് നമ്മൾ തണൽ ഏരിയയിൽ ഇത് വെച്ച് നല്ല ഉഷാറാവുന്ന വരെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മളിതുപോലെ നട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ വെള്ളം കൊടുക്കണം. വെള്ളം കൊടുക്കുമ്പോൾ അധികം കൂടി പോകാൻ പാടില്ല. അതിൻ്റെ ചുവട് ഭാഗം നനയാനും, നനവുള്ള മണ്ണാണെങ്കിൽ അധികം ഒഴിക്കേണ്ട. നനവില്ലാത്ത മണ്ണാണെങ്കിൽ നമ്മൾ നനച്ച മണ്ണ് പോട്ടിലേക്ക് വെച്ചിട്ട് നമ്മൾ ഈ ചെടി നടുന്നതായിരിക്കും നല്ലത്. കാരണം അവയുടെ തണ്ടിരിക്കുന്ന ഭാഗം ഭയങ്കര സെൻസിറ്റീവാണ്, അത് ചീഞ്ഞു പോകാനായിട്ട് ഇടവരരുത്. അപ്പോൾ തൽക്കാലം നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഒന്ന് മണ്ണ് 2-3 ദിവസം ഒന്ന് നനച്ച് കുതിർത്തി നമ്മൾ ചേർത്ത മിശ്രിതങ്ങളെല്ലാം ചേർത്ത് ഒന്ന് കുതിർത്തി വെച്ചതിന് ശേഷം പോട്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇതുപോലെയുള്ള ചെടി. ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഫിറ്റോണിയനെ പറ്റി പറഞ്ഞു. ആ ഫിറ്റോണിയയുടെ അതേ മെത്തേഡ് തന്നെയാണ് ഇവരുടെ പോട്ടി മിക്സും കാര്യങ്ങളും. അധികം വെള്ളവും കൂടാൻ പാടില്ല, എന്നാൽ തീരെ വെയിലില്ലാത്ത സ്ഥലത്താണെങ്കിലും ഉഷാറായിട്ട് വരികയില്ല. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നട്ടതിന് ശേഷം നനച്ചു കൊടുക്കുക കേട്ടോ. ഈ എപ്പിസിയ ചെടികളെ നമ്മൾ ഹാങ് ചെയ്ത് മാത്രമല്ല കേട്ടോ, നമുക്ക് താഴെയും ഇതിപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ അവർ മതിലിനോട് ചേർന്ന് നല്ല ഭംഗിയായിട്ട് മണ്ണൊക്കെ സെറ്റ് ചെയ്ത് ഒരു പ്രത്യേകമായിട്ട് കെട്ടിത്തിരിച്ച് മണ്ണൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നട്ടിരിക്കുന്നതാണ്. അപ്പോൾ എപ്പിസിയ നമുക്ക് ഇതുപോലെ നടാട്ടോ. നന്നായിട്ട് ഇങ്ങനെ മണ്ണ് കുറച്ച് പൊക്കിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ വെറുതെ ഇങ്ങനെ നട്ട് കൊടുത്താൽ ഇതുപോലെ മനോഹരമായിട്ട്, എനിക്ക് തോന്നുന്നു ഹാങ് ചെയ്തെടുക്കുന്നതിലും കൂടുതൽ ഭംഗി ഇങ്ങനെ നടുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതേപോലെ നമുക്ക് നടാം. ഇതിൻ്റെ പൂക്കളൊക്കെ ആയി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ ഒത്തിരി പേർക്കിടെ വീട്ടിൽ ഞാൻ ആളുകൾക്ക് കണ്ടിട്ടുണ്ട് കേട്ടോ നല്ലോണം പൂവുണ്ടായി നിൽക്കുന്ന എപ്പിസിയ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് നടാൻ നോക്കുക കേട്ടോ. പല വെറൈറ്റിയിൽ നമുക്ക് നടാം.